ഷിറ്റ് ഗൈസ്. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലോങ് വുൾഫ് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വീഡിയോ എടുക്കാമെന്ന്. ഓക്കെ, ഞാനിപ്പോൾ ഒരു ലോങ് വുൾഫ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ആദ്യം ഒന്ന് തോറ്റായിരുന്നു. അപ്പോൾ അവനൊന്ന് എനിക്ക് ഇമോട്ടിട്ട് തന്നു. തിരിച്ച് 4 കളി ഞാനങ്ങ് എടുത്ത് തിരിച്ചങ്ങ് ഇട്ട് കൊടുത്ത്. ഇതിപ്പോൾ എന്നാ പറ്റിയെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ സ്റ്റക്കായി. എന്തോന്നടി വീഡിയോ എടുക്കുമ്പം തന്നെ സ്റ്റക്കായി. ഞാൻ എത്ര സ്റ്റക്ക്. ഇപ്പോൾ പുതിയ വീഡിയോ ആണ്. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. അപ്പം ഓക്കെ. പിന്നെ ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. കാണാത്ത ആൾക്കാരാണ് എൻ്റെ ചാനൽ കയറി സബ്സ്ക്രൈബ് നോക്കി നിങ്ങൾ നോക്കിയാൽ മതി. മൈൻക്രാഫ്റ്റിൻ്റെ 2 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ചെല്ലുക. പിന്നെ എന്നാൽ നമുക്കൊരു CS റാങ്ക് പോകാം കൈ. അപ്പം ഞാനിന്ന് VR ഹീറോയ്ക്ക് അടിച്ചായിരുന്നു. CS നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കറിയാമോ ഈ സൗണ്ട് ഒന്ന് സെറ്റാക്കുന്നത്? ഞാൻ വീഡിയോ ഇടുമ്പോൾ എൻ്റെ സൗണ്ട് ഭയങ്കര എന്തോ ഒരു വൃത്തികെട്ട സൗണ്ട് പോലെ. ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത സൗണ്ടാണ്. എന്തോ ഒരു സീനുണ്ട് എൻ്റെ സൗണ്ടിന്. എൻ്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ ഈ ആപ്പിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എക്സ് റെക്കോർഡ് എന്നാണ്. വലിയ കുഴപ്പമില്ലാത്ത ആപ്പാണ്, നല്ല ആപ്പാണ്. പക്ഷെ സൗണ്ട് മാത്രം ഒരുമാതിരി എന്തോ പോലെ മാത്രം സീൻ. ഞാനിപ്പോൾ CS സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് ടീം ആരാന്ന് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് ചെക്ക് ചെയ്യണമെന്നുണ്ടോ? നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ ഈ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ UID, നിങ്ങളുടെ ഫ്രീ ഫയർ UID എല്ലാം കമൻറ്റ് ചെയ്യണം. ഞാനത് ചെക്ക് ചെയ്തിട്ട് ഞാനൊരു വീഡിയോയിൽ ഇട്ടുന്നതായിരിക്കും ആ ഒരു ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ UID ഇടണം. അപ്പുറത്ത് കുറേ പേരുണ്ട്. അപ്പുറത്ത് ആ ടീം ഫുള്ള് ചെല്ലേക്കതാണ്. അവിടെ ഒരുത്തനുണ്ട്. ബ്രോ ക്യാൻ ചത്ത് ഗൈസ്. അത് തേപ്പാ. അതെങ്ങനെ? അവിടെ ഒന്ന് പെട്ടെന്ന് വാടാ. ഇവിടെ 2 നോക്കടാ. അവിടെ പൊക്കിടാ. നീ എന്നാ കാണിക്കുവോ? അവൻ എന്നാ കാണിക്കുവോ? അവൻ വരാവുള്ളതിന് അവൻ ചത്താല. അവൻ്റെ പെടലി ചെയ്യാൻ പറ്റും ഉറപ്പാ. ന്യൂബത്തരം കാണിക്കുന്നുണ്ടോ ന്യൂബേ? അത്രേ ഉള്ളൂ. സെറ്റ്. അപ്പോൾ 1 മുട്ട ഞാൻ നോക്കിയിട്ടത്. എൻ്റെ ഈസാണ് ഗൈസ്. എൻ്റെ ഈസാ പോയെ. അല്ല, എൻ്റെ ഈസല്ല, സോറി. എൻ്റെ ഈസല്ല. പക്ഷെ 2 കിലോ ഉണ്ടായിരുന്നു. എൻ്റെ ഈസൊക്കെ ആയിട്ട് വരും. പക്ഷെ എടുക്കത്തില്ല, അത് വേറെ കാര്യം. കുഴപ്പമില്ല. ഈ കളി ഞാൻ എടുത്തേക്കുന്നത് AK-47 ആണ്. ഇതിനൊന്ന് അടിക്കണം. ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, എനിക്ക് ഓർമ്മയില്ല, മറ്റേ എൻ്റെ സൗണ്ട് ഒന്ന് ശരിയാക്കണമെങ്കിൽ എന്നാ ചെയ്യും? ഇവിടുത്തെ ഞാൻ പറയുന്ന പ്രശ്നമാണോ അല്ലെങ്കിൽ സൗണ്ട് ശരിയല്ല. സൗണ്ട് ഒരുമാതിരി എന്തോ പോലെ. ഒരുത്തൻ നോക്കേ, 2 നോക്കേ. ഒരിക്കലും കൂടെ ഉള്ളു.
അവനെ കൂടെ കൊന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പം നമ്മുടെ സബ് എല്ലാവരും അത്യാവശ്യത്തിന് ആൾക്കാർ സബ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ 200 സബ്സ്ക്രൈബേഴ്സിലാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ടില്ല ഞാൻ ഈ കളി AW AK-47 ആണ് എടുത്തേക്കുന്നത്. ജയിക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. ഓക്കെ, അടുത്ത നോക്ക്. രണ്ട് AW കളിച്ചാലും നമുക്ക് 2 AWയും ഡബിൾ AWയും കൊണ്ട് കളിക്കാൻ പറ്റുമോ നോക്കാം. പരിപാടി നമുക്ക് ഇനിയിപ്പോൾ ഡബിൾ AW എടുത്തേക്കുന്നത് കളിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഗോളൊക്കെ എൻ്റെ പിന്നെ മൈൻക്രാഫ്റ്റ് വീഡിയോ പെട്ടെന്ന് വരുന്നതായിരിക്കും. ഞാൻ മൈൻക്രാഫ്റ്റ് ഒരു അടിപൊളി ഒരു വീഡിയോ വരുന്നതായിരിക്കും. വായി കെട്ടുന്നില്ല എന്തോ പോലെ, എനിക്ക് നാക്കിലെന്തോ പ്രശ്നമുണ്ട്. അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. ഫുൾ സ്റ്റെപ്പ് അടുത്ത മണ്ട കയറിയിടേ. എനിക്കൊന്നും അടിക്കാൻ പറ്റില്ല. പോ, എല്ലാവരും കണ്ട ഏതോ സ്ഥലത്തൊക്കെ. അവിടെ അവന് തല വെച്ചപ്പോൾ അവനോ അപ്പുറത്തെ ടീമിൽ 3 പേര്, നമ്മുടെ ടീമിൽ 2 പേര്. ജയിക്കുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്, ഭയങ്കര ഡൗട്ടാണ്. ചത്ത് അവിടെ ബാക്കി നടിക്കുന്നോടാ, നാണം ഉണ്ടോടാ. അവിടെ ഇമോട്ട് ഇട്ടേ അവൻ്റെ അവൻ ഇമോട്ട് ഇട്ടു. ഞാൻ ഡബിൾ AW എടുത്തോണ്ട് നിങ്ങൾ തീർന്നു. നീ ഫുള്ള് കുത്തിപ്പിടിയാ. ഞാൻ ഡബിൾ AW എടുത്ത് ചെന്നപ്പം ഒരു ഡാമേജ് കൊടുത്ത് അവനടിക്കാൻ പോയപ്പം ബാക്കി 400 അടിച്ചു. ഉറപ്പായും തരും. എന്നിട്ട് 400 എനിക്ക് ഹായ് എന്നെ എന്തോ ഹലോ ഇമോട്ടെങ്ങാണ്ടോ കൊടുത്ത് അവൻ അടിച്ച്. ഇമോട്ടിട്ട് ഉറപ്പ വരട്ടെ. അവൻ്റെ പെടലി വെട്ടു ഉറപ്പ. ദേവിന് ഈ സൈഡാണ്. ഗായ്സ്, അവിടെ എന്നാണ് ഇങ്ങനെ നമ്മൾ നോക്കായി. അവിടെ അവൻ്റെ ഗ്രോസ് അത് എക്സ്. ശരി, കളി പോയോന്ന് ഡൗട്ടുണ്ട്.
നമ്മുടെ ടീമിൽ ഒരുത്തനോ അവനടിച്ച് ഇവിടെ ബാക്ക് ശ്രദ്ധിച്ച് കളിയടാ. അവൻ ചാവുമെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് അവിടെ ഇവനെ അടിക്കണോടാ. അവൻ ഏതാ ഈ അപ്പുറത്തെ ടീമിലെ നാലാമത്തെ എന്തോ പറ്റി. എൻ്റെ നായവിന് എന്തോ പറ്റി, ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇത് കുണക്കണമെന്ന് കുഴപ്പമില്ല. നമുക്ക് അപ്പുറത്തെ ടീമിലെ നാലാം സ്ഥാനം പോട്ടെ. ഈ ഏസ് എടുത്തേക്കുന്നത് കണ്ടോ, 5 കില്ലുള്ള അവനെ അടിക്കണം, അത്രേ ഉള്ളൂ. കുറേ നേരമായി എനിക്ക്. അവൻ്റെ ഏസിങ് ആവണ്ടല്ലോ. നമുക്കത്ര കില്ല്, നമുക്ക് 7 കില്ല്. അവിടെ നിനക്ക് 5 കില്ലേ ഉള്ളൂ. പോടെ ഇറങ്ങി അടിച്ചുണ്ടല്ലോ. അവൻ്റെ പെടലി വെട്ടുന്നില്ല. അവൻ ഗ്രോസയും കൊണ്ട് തന്നെ അടിച്ചിട്ടല്ലേ എനിക്കെന്താരാടാ. അവിടെ ബാക്കിൽ നിന്ന് വരുമോന്ന് പേടി. ദേവൻ വരുന്നു. അവൻ ഈ പ്രാവശ്യം എനിക്ക് അടിക്കണം. എന്ത് ചെയ്യണം? അറിയും വേണം. താഴെ എൻ്റെ കില്ലാരണ്ടോ കുമ്മി. തേടവൻ പക്ഷേ ഇങ്ങോട്ടുണ്ടായിരുന്നു. ഒരുത്തരും കൂടെ ഉള്ളു. അവനെന്ത് ചെയ്യേ? അവനെന്ത് ചെയ്യേ? അവിടെ ഉണ്ട്. കുത്തിപ്പിടിച്ചാൽ നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കളി നമ്മൾ പോയി അടിച്ചിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കുത്തിപ്പിടിച്ചാൽ നമ്മൾ പോയി അടിച്ച് 8 കില്ലെങ്ങാണ്ടോ ആയിട്ടുണ്ട്. 8 or 6 കില്ലായി. ഇത്ര കില്ല നോക്കട്ടെ. 8 കില്ലെന്നാണ് തോന്നുന്നത്. 8 കില്ലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ CS റാങ്ക് നമ്മൾ പോയി അടിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്താലോ? ഒന്നും കൂടെ ഒരു കളി സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊന്ന് ഒരു ലോൺ വുൾഫ് കളിച്ചേച്ചും നമുക്ക് ഈ വീഡിയോ എൻഡ് ആക്കാം. ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിരിക്കും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ അത് കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റാണ്. ഫ്രീ ഫയർ അല്ല, മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിരിക്കും അടുത്തത് മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിരിക്കും. തൊണ്ടയ്ക്ക് ഇത്തിരി സീനുണ്ട്. പുറത്തുതരാ ഷിൻജാൻ FFO. അവിടെ ഷിൻജാൻ മറ്റേ ഒരു കാർട്ടൂണല്ലേ അവിടെ ഷിൻജാൻ തന്നെയല്ലേ ഷിൻജാൻ? അവിടെ ഒരു കാർട്ടൂണല്ലേ ഷിൻജാൻ, മറ്റേ ഹങ്കാമയിലൊക്കെ ഉള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതാ? അവനപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്നു. നമ്മളപ്പോൾ ആദ്യം കളി എടുത്തിട്ടുണ്ട്. ഷിൻജാൻ അത് മറ്റേ ഹങ്കാമയിലൊരു കാർട്ടൂൺ നീമാണ്. അത് കണ്ടിട്ടുള്ളത്. ഞാൻ യൂട്യൂബിലൊക്കെ ചില ആൾക്കാർ GTA 5 കളിക്കുമ്പോൾ ഷിൻജാൻ എന്ന് പറഞ്ഞിടത്ത് ഒരു കുഞ്ഞി ഇറക്കാൻ ഓൺലി റെഡ് കളർ ഡ്രസ്സ് ഇട്ടവൻ. ഡ്രസ്സ് മാറത്തില്ല, എന്ന് നോക്കിയാലും റെഡ് കളറാണ്. ഷിൻജാൻ സെറ്റ്. ഷിൻജാൻ എന്നെ അടിച്ചിട്ട് ലൈക്ക് ഇരിക്കട്ടെ. കുഴപ്പമില്ല, കളി നമ്മളെടുക്കും. അത് സീനൊന്നും ഇല്ലാത്ത കളിയാണ്, സീനൊന്നും ഇല്ലാത്ത പരിപാടിയാണ്. ഞാൻ ഈ പ്രാവശ്യം M80 എടുത്തിട്ടുണ്ട്. എസ്ഒഡികൾ എടുത്തേക്കാം. ഓക്കെ സെറ്റ്. 1 ടാപ്പ് വരുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കൊന്ന് സെറ്റാക്കാം. അത് കയറിയില്ല, അതും കയറിയില്ല. അവിടെ എന്നെ സിമ്പിളാണ് കയറ്റാൻ. ഞാനിതെന്നാ കാണിക്കൂ?
അയ്യോ എടാ അടിച്ചു കയറി വരാതെടാ. എടാ നീ എന്നാ കാണിക്കാൻ വരുവാ? ഗൈസ് അവിടെ പോടാ. ഇപ്പം കളി എടുത്തിട്ടുണ്ട്. നേരത്തെ ഹെഡ് അടിക്കാന്ന്, പക്ഷേ ഹെഡ് പറ്റിയില്ല. കുഴപ്പമില്ല, നമുക്ക് കളി ജയിച്ചാൽ മതി. ഓൻ റഷ് ചെയ്യുമോ ഗൈസ്? ഓൻ റഷ് ചെയ്യുവാന്നോട്ട്. അത് ഹെഡ് അടിക്കാൻ പറ്റിയൊരു സമയമായിരുന്നു, പക്ഷെ ഹെഡ് അടിക്കാൻ പറ്റിയില്ല എനിക്ക്. അത് തന്നെ പറ്റി. കുഴപ്പമില്ല. നമുക്ക് ഒന്നും കൂടെ ഒന്ന് സ്റ്റാർട്ടല്ലേ, ഒന്നും കൂടെ ഒന്ന് നമുക്ക് സെറ്റാക്കാം. അപ്പം നമുക്ക് 3 അവന് 1 എന്തോ പറ്റിയതാണോ എന്തോ പോലെ. ഒന്നും എനിക്ക് മലയാളത്തിൽ പറയാൻ പറ്റുന്നില്ല. അവിടെ ഒന്നും ഹെഡ് പോലും അടിക്കാൻ പറ്റില്ല. എന്നെ ഒരു കൂടെ. ഓ സെറ്റ് ഒരു ഹെഡ് അടിച്ച്. ഹെഡ് അടിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഹെഡ് അടിച്ച്. SPD സെറ്റ് കണ്ണാ. ഹെഡ് അടിക്കാൻ സിമ്പിളാണ്. ഹെഡ് അടിക്കാൻ ഏറ്റവും സെറ്റ് കണ്ണ് ഡെസേഡികൾ SPD ഒക്കെ ആയിരിക്കും. എനിക്കറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് ഇച്ചിരി കൂടെ ഹെഡ് കയറുന്നത് നമ്മുടെ ഡെസേഡികളാണ്. അതെനിക്ക് ഇച്ചിരി വശം. അവിടെ നീ എവിടെ നിന്നാണ് ചാടി വന്ന്? അവിടെ അവൻ എവിടെ നിന്നാണ് ചാടി വന്ന്? കണ്ടില്ലല്ലോ. പക്ഷേ കുഴപ്പമില്ല, നമ്മളിപ്പോൾ കളി ജയിച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഒരു ഗ്ലൂ വാളൊന്ന് മാറ്റണമായിരുന്നു. എനിപ്പോൾ ഇട്ടേക്കുന്ന പൊട്ട ഗ്ലൂ വാളാണ്. എൻ്റെ ഗ്ലൂ വാൾ. യെസ്, ഇതാണ് നമ്മുടെ ഗ്ലൂ വാൾ. കുറേ ഉണ്ട്, പക്ഷേ ഞാൻ എനിക്കിഷ്ടപ്പെട്ട സെറ്റ് ഗ്ലൂ വാൾ. കൊള്ളാമല്ലേ? അപ്പോൾ ഞാനിവിടെ വീഡിയോ എൻഡ് ആക്കുന്നതായിരിക്കും. അപ്പം ഒരു CS-ഉം ഒരു ലോങ് വിൽപ്പും കളിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും